നാളെ 2020 ലോകകപ്പിലെ രണ്ടാം സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ. അതോടൊപ്പം നിർണായകമായ സൂപ്പർ 8 പോരാട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തകർത്ത് ഇന്ത്യ സെമിയിൽ എത്തിയതിന് പിന്നാലെ മലയാളി താരം സഞ്ജു സാംസണെതിരെ ഉയർന്ന വംശീയ അധിക്ഷേപത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് പരാതി നൽകിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഞായറാഴ്ച കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 50 പന്തിൽ 97 റൺസുമായി പുറത്താകാതെ നിന്ന സഞ്ജു ഇന്ത്യയുടെ വിജയ ശില്പിയായതിന് പിന്നാലെയാണ് എക്സിൽ ഒരു വിവാദപരമായ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. സഞ്ജുവിൻ്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഒരാൾ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: കറുത്ത ശക്തികളെ തോൽപ്പിക്കാൻ കഴിയൂ, നന്നായി കളിച്ചു സഞ്ജു സാംസൺ എന്നായിരുന്നു വെസ്റ്റ് ഇൻഡീസ് താരങ്ങളെയും സഞ്ജുവിനെയും ഒരേപോലെ ലക്ഷ്യം വെച്ചുള്ള ഈ വംശീയ പരാമർശം. എക്സിലിട്ട ഈ പോസ്റ്റിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. സഞ്ജുവിൻ്റെ നിറത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ പോസ്റ്റിനെതിരെ ആരാധകർ രംഗത്ത് വന്നു. സംഭവത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും രംഗത്ത് വന്നിരുന്നു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനെ ടാഗ് ചെയ്തുകൊണ്ട് എക്സിലൂടെയാണ് അവർ പ്രതിഷേധം അറിയിച്ചത്. 2020 ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്ത്യയെ എത്തിച്ച സഞ്ജുവിൻ്റെ അവിസ്മരണീയ ഇന്നിങ്സ് കാലങ്ങളോളം ഓർമ്മിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ അഭിനന്ദന പ്രവാഹത്തിനിടയിൽ വിദ്വേഷ പരാമർശങ്ങളും നേരിടേണ്ടി വന്നിരിക്കുകയാണ് സഞ്ജു സാംസൺ. അതോടൊപ്പം വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ ഇന്ത്യയെ ഒറ്റയ്ക്ക് ജയിപ്പിച്ച സഞ്ജു സാംസൺ അടുത്ത മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങുമോ എന്ന കാത്തിരിപ്പിലാണ് ആരാധകർക്കും ഇന്ത്യൻ ടീമിനും ആശങ്കയും നിരാശയും സമ്മാനിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. സഞ്ജു സാംസണെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ICC ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. താരത്തിന് ഒരു മത്സരത്തിൽ വിലക്ക് ഉൾപ്പെടെയുള്ള കടുത്ത നടപടി വരുമോ എന്നും ആശങ്കകൾ ഉണ്ടെങ്കിലും അതിന് സാധ്യത തീരെ കുറവാണെന്ന് തന്നെ പറയാം. വെസ്റ്റ് ഇൻഡീസിനെതിരെ വിജയ റൺ നേടിയതിനു ശേഷം സഞ്ജു നടത്തിയ ആഘോഷ പ്രകടനമാണ് ICC അച്ചടക്ക സമിതി പരിശോധിക്കുന്നത്. വിജയ റൺ നേടിയതിന് പിന്നാലെ ബാറ്റ് താഴെ വെച്ച് ഗ്രൗണ്ടിൽ മുട്ടുകുത്തി ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി ആദ്യം 2 കൈകളും മുകളിലേക്ക് ഉയർത്തി പിന്നീട് കൈ കൂപ്പി കുരിശ് വരച്ചായിരുന്നു സഞ്ജുവിൻ്റെ ആഘോഷ പ്രകടനം. എന്നാൽ അതിന് തൊട്ടുമുമ്പ് സഞ്ജു ചെയ്ത കാര്യമാണ് പരിശോധനയ്ക്ക് വിധേയമായിരിക്കുന്നത്. അവസാന ഓവറിലെ 2ാം പന്തിൽ 4 അടിച്ചതിന് തൊട്ടു പിന്നാലെ സഞ്ജു സാംസൺ തൻ്റെ ഹെൽമറ്റ് അഴിച്ചുമാറ്റി നിലത്തേക്ക് എറിഞ്ഞിരുന്നു. ICC പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കിൾ 2.2 പ്രകാരം കായിക ഉപകരണങ്ങളോട്, അതായത് ബാറ്റ്, ഹെൽമറ്റ്, സ്റ്റമ്പ് എന്നിവയോടൊക്കെ അനാദരവ് കാണിക്കുന്നതും എതിർ ടീമിലെ കളിക്കാർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വലിച്ചെറിയുന്നതും ശിക്ഷാർഹമാണ്. മത്സരത്തിന് തൊട്ടു പിന്നാലെ സഞ്ജു ഹെൽമറ്റ് അലക്ഷ്യമായി ഊരി എറിയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഈ കാര്യമാണ് ICC പരിശോധിക്കുന്നത്. ഹെൽമറ്റ് നിലത്തേക്ക് എറിഞ്ഞത് കുറ്റകരമായി കാണുകയാണെങ്കിൽ താരത്തിനെതിരെ നടപടിയെടുത്തേക്കാം. ICCയുടെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് താരങ്ങൾ മൈതാനത്ത് മാന്യമായ പെരുമാറ്റം പുലർത്തണം. ക്രിക്കറ്റ് ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. ദേഷ്യം കൊണ്ടോ ആവേശം കൊണ്ടോ ഹെൽമറ്റ്, ബാറ്റ്, സ്റ്റമ്പുകൾ എന്നിവ എറിയുന്നതോ അടിക്കുന്നതോ അതിൽ ഉൾപ്പെടുന്നു. ഫെബ്രുവരി 18 സ്കോട്ട്ലൻഡ് താരം ജോർജ് മുൻസിക്ക് ഒരു ഡീമെറിറ്റ് പോയിന്റ് നൽകിയിരുന്നു. T20 ലോകകപ്പ് മത്സരത്തിൽ പുറത്തായതിനു ശേഷം ഹെൽമറ്റ് എറിഞ്ഞതിനായിരുന്നു സ്കോട്ടിഷ് താരത്തിന് ഈ ശിക്ഷ കിട്ടിയത്. എന്നാൽ ICC നടപടി സ്വീകരിച്ചാലും ചെറിയ പിഴ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ പറയുന്നത്. എതിർ ടീമിന് നേരെയല്ല സഞ്ജു ഈ ആഘോഷം നടത്തിയത്. ഏറെ നാളായുള്ള വീഴ്ചകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവത്തിന് നന്ദി പറയുക മാത്രമാണ് സഞ്ജു സാംസൺ ചെയ്തത്. ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന് പകരം ആഘോഷത്തിൻ്റെ ഭാഗമായി വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ മാച്ച് റഫറിമാർ സാധാരണയായി വിട്ടുവീഴ്ച കാണിക്കാറുണ്ട്. ലെവൽ 1 കുറ്റത്തിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ മാച്ച് ഫീയുടെ 50% വരെ പിഴയും 2 ഡീമെറിറ്റ് പോയിന്റുകളുമാണ്. ഈ ഘട്ടത്തിൽ മത്സര വിലക്ക് ഉണ്ടാകാറില്ല.